ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ മനു ബബിതനെ കുറച്ച് ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം ബബിത വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഡിസ്ചാർജ് ചെയ്ത് വരാറായില്ലേ ഇനി അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ, എവിടേക്ക് വരാൻ, ഇവിടുന്ന് ആദ്യം ഒരു വീട് കണ്ടുപിടിക്കണം, അവിടേക്ക് വേണ്ടേ മാറാൻ എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോ ബബിത പറയുന്നുണ്ട്, എന്തിനാ ഇനി വേറെ വീടൊക്കെ കണ്ടുപിടിക്കുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോയാൽ പോരെ അമ്മയെന്ന് പറയുന്നുണ്ട്. അവിടെ എന്നെ ആര് നോക്കാനോ, അലീനയോ? അവളുടെ അടുത്തേക്ക് എന്തായാലും ഞാൻ വരില്ല. അവളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. അല്ലാതെ തന്നെ എനിക്ക് ജീവിക്കാൻ അറിയാം. ഇവിടുന്ന് ഒന്ന് എണീച്ച് നടക്കാൻ ആയിട്ട് മാത്രമേ ഞാൻ വരുള്ളൂ. അല്ലാതെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വൈജയന്തി പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, എന്താ അമ്മ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് ഒപ്പം നിൽക്കാൻ ആരാ ഉള്ളത്? രോഹിത്തേട്ടനും ഞാനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോ രോഹിത്തേട്ടൻ ജയിലിലായി. ഇനി ഞാൻ അമ്മയുടെ കൂടെ നിന്നിട്ട് എന്താ കാര്യം അമ്മേ? ഞാൻ മാത്രം ഉണ്ടായിട്ട് മതിയോ? ചെറിയച്ഛനോ അമ്മാവന്മാരോ ആരും നമ്മുടെ കൂടെ നിൽക്കില്ല. എല്ലാവരും അലീനയുടെ പക്ഷത്താണ്. അലീനനെ സപ്പോർട്ട് ചെയ്യാനും അച്ഛനെ സപ്പോർട്ട് ചെയ്യാനും അവർക്കൊക്കെ സമയമുള്ളൂ. ഇപ്പൊ രോഹിത്തേട്ടന്റെ കേസും കൂടി ആയതുകൊണ്ട് എല്ലാവരും അതിന്റെ പിന്നാലെ. രോഹിത്തേട്ടനെ ഹരിയേട്ടനെ എങ്ങനെയല്ലേ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മള് വേറൊരു വീടെടുത്ത് താമസം മാറിയിട്ട് എന്താ കാര്യം? അമ്മയുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് എനിക്ക് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ അച്ഛനുമായിട്ടുള്ള ബന്ധം നിർത്തി അമ്മ ഒരു ഡിവോഴ്സിനൊക്കെ പോവാൻ തീരുമാനിച്ചു എന്ന് മനുവേട്ടൻ ഇന്നലെ അന്ന് വന്നപ്പോൾ പറഞ്ഞു. എന്തിനാ അമ്മ ഇത്ര പെട്ടെന്നൊരു ഡിവോഴ്സ് ഒക്കെ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചൂടെ എന്നൊക്കെ വൈജയന്തിയോട് ബബിത പറയുന്നുണ്ട്. അപ്പൊ വൈജയന്തി പറയുന്നുണ്ട്, എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ? അലീനനെ പുറത്താക്കാതെ ആ വീട്ടിലേക്ക് ഞാൻ കാല് കുത്തില്ല എന്ന് എന്നോ പറഞ്ഞതാണ്. എന്റെ ആ തീരുമാനത്തിന് ഇനിയും മാറ്റില്ല എന്ന് പറയുമ്പോൾ, അലീന അവിടെ ഉണ്ടായിക്കോട്ടെ, അവളുള്ളത് കൊണ്ട് എന്താ, അവള് ഹോം നേഴ്സ് അല്ലേ, അങ്ങനെ കണക്കാക്കിയാൽ മതി. അവൾ അമ്മയെ നോക്കിക്കോളും, അവള് നന്നായി നോക്കുമല്ലോ. ഓ, നീയും ഇപ്പൊ അവളുടെ പക്ഷത്തായോ? ആരാ നിനക്ക് അവളുടെ കാര്യത്തിൽ ഇത്ര കൈവശം തന്നത്? എല്ലാരെയും അവള് മയക്കെടുത്തിയോ? നിന്നെ മയക്കെടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ആരും മയക്കെടുത്തിട്ടൊന്നുമില്ല. ഞാൻ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. വേറൊരു വീടെടുത്ത് മാറാനൊന്നും എന്തായാലും ഞാൻ വരില്ല. അമ്മ അത് പ്രതീക്ഷിച്ചിരിക്കണ്ട. പിന്നെ ഡിവോഴ്സ് ഡിവോഴ്സ് ചെയ്താലും അമ്മ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും കേട്ടോ. കൈതക്കൽ മാളിക മാളിക വീട്ടിലേക്കൊക്കെ പോവാന്നൊന്നും അമ്മ വിചാരിക്കണ്ട. അതൊന്നും നടക്കില്ല. എത്ര ദിവസം അവിടെ പോയി താമസിക്കും? ഇപ്പൊ ഇങ്ങനെ ഒരു കേസും കൂടി ആയതുകൊണ്ട് കമലാന്റി അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. പിന്നെ ഒറ്റയ്ക്കൊന്നും താമസിക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. അവിടെ ആകുമ്പോൾ കൃഷ്ണമോളും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. അവിടെ നമ്മുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർത്താൽ പോരെ, എന്തിനാ നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നത്? ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ നാണക്കേടും മാനക്കേടൊക്കെ. എന്തിനാ വെറുതെ? ആർക്ക് നാണക്കേടും മാനക്കേടും? എനിക്കൊരു മാനക്കേടുമില്ല. അതിന് മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാനും നാണം കെടാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു നാണക്കേടുമില്ല. അയാൾക്ക് തന്നെ നാണക്കേട്. അലീന ആരാന്നും എന്താന്നും എന്തിനാണ് അവളെ പാർപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നിന്റെ അച്ഛൻ തന്നെ എല്ലാവരെയും ബോധിപ്പിക്കേണ്ടി വരും. അല്ല, നിന്റെ പോക്ക് ഇപ്പൊ ശരിയല്ലാന്ന് ഞാൻ കേട്ടല്ലോ. നീ ഏതോ ചെക്കൻ്റെ കൂടെ പോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനിങ്ങനെ കിടക്കുന്നോണ്ട് ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അഴിഞ്ഞാട്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല ബബിതേ. ഞാൻ എന്താ അഴിഞ്ഞാടിയെന്ന് അമ്മ പറയുന്നത്? ഞാൻ ആരുടെ പിന്നാലെയൊന്നും പോയിട്ടില്ല. അമ്മ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും എന്ന് ബബിത പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ വൈജയന്തി പറയുന്നുണ്ട്, എന്നെ ആര് തെറ്റിദ്ധരിപ്പിക്കാനാ? എല്ലാം ഞാൻ ശരിയായിട്ട് തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ തന്നെ എല്ലാം അറിയുന്നുണ്ട് മകളെ. നീ അങ്ങനെയൊന്നും വിചാരിച്ചു വെക്കണ്ട. നിന്റെ പോക്ക് ശരിയല്ലാന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നീ കോളേജിലോ ക്ലാസ്സിലോ നേരെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. ഇനി അത് തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ ബബി, നീ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് എണീച്ചോട്ടെ, എല്ലാവരും ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അമ്മ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇത്രയും കാലമായിട്ട് അമ്മയ്ക്ക് അലീനേനെ ഒഴിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഈ കിടപ്പ് കിടക്കാനല്ലേ സാധിച്ചിട്ടുള്ളൂ. അത്രയ്ക്ക് അമ്മയ്ക്ക് ഇനിയും സാധിക്കുള്ളൂ. ഡിവോഴ്സ് അത് ഇത് പറഞ്ഞ് അമ്മ വെറുതെ അതിന് പിന്നാലെ നടക്കാൻ നിൽക്കണ്ട. രോഹിത്തേട്ടനെ രക്ഷിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് നോക്ക്. അല്ലാതെ അച്ഛനെ അലീനേനെ പാഠം പഠിപ്പിക്കാൻ നിന്ന് അമ്മയ്ക്ക് ഇവിടെ കിടക്കാൻ തന്നെ സമയം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. പിന്നെ ഈ പറയുന്ന അമ്മ അത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ. അമ്മ എൻ്റെ പ്രായത്തിൽ എന്തൊക്കെ വരുത്തി വെച്ചു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കൊണ്ടല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത്.
എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ആകെ ഷോക്കാവാണ്. തൻ്റെ മകൾ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നറിയുമ്പോൾ വൈജയന്തി ആകെ തകർന്നു പോവാണ് കേട്ടോ. ആഗ്രയിൽ വെച്ചിട്ടും ആഗ്രയിലും അത്ര നല്ല രീതിയിലൊന്നല്ല അമ്മ നടന്നിരുന്നതെന്നല്ല അന്ന് ഗംഗാധരൻ അമ്മാവൻ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ കുറച്ചൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ അമ്മ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയല്ലേ ഞാനും ഉണ്ടാവുള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത എണീച്ച് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്താ ബബിത നീ പറയുന്നത്? ഞാൻ അമ്മേനെ തെറ്റ് പറഞ്ഞതല്ല. അമ്മ എങ്ങനെയായിരുന്നു എൻ്റെ പ്രായത്തിലുണ്ടായിരുന്നു അതുപോലെയൊക്കെ തന്നെയല്ലേ ഞാനും ഉണ്ടാവുള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ എൻ്റെ പോക്കിനൊന്നും കുഴപ്പമില്ല. ആരെ അമ്മ ഇവിടെ നിന്ന് എണീച്ചിട്ട് വായോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായാലും അച്ഛനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് അമ്മ എത്തണ്ട. അതിന് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. കൃഷ്ണനോട് തീരെ സപ്പോർട്ട് ചെയ്യില്ല. രോഹിത്തേട്ടൻ പിന്നെ ജയിലിലാണല്ലോ, അതുകൊണ്ട് ആ ഒരു ചിന്ത അമ്മയ്ക്ക് വേണ്ട. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ബബിതയുടെ വാക്കുകൾ വൈജയന്തിനെ ആകെ വിഷമിപ്പിക്കുകയും അത് നെഞ്ചിൽ തറച്ച് കയറുന്നത് പോലെ ആയിരുന്നു കേട്ടോ അവൾക്ക്. കാരണം തൻ്റെ മകൾ തന്നെ ധിക്കരിച്ച് പറയുക, ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും അവളും എന്നൊരു വാക്കൊക്കെ പറയുമ്പോൾ താൻ തൻ്റെ ആ പ്രായത്തിൽ, ബബിതയുടെ ആ പ്രായത്തിൽ താൻ എങ്ങനെയായിരുന്നു, തനിക്ക് ആഗ്രയിൽ വെച്ചൊരു മോശമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതിൽ തനിക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ തൻ്റെ മക്കളറിയും എന്നൊക്കെ ഒരു പേടി വൈജയന്തിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കളുടെ പ്രതികരണവും പെരുമാറ്റവും ഇതിലും മോശമായിരിക്കും തന്നോട് എന്നൊക്കെ വൈജയന്തി തിരിച്ചറിയാണ് കേട്ടോ. അതൊക്കെ വൈജയന്തിനെ ആകെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത്രയും ഇതിലായിരിക്കും മനുവിൻ്റെ ഉപദേശം കേട്ടിട്ട് വൈജയന്തിയോട് ബബിത പെരുമാറുക കേട്ടോ. ബാലചന്ദ്രനായിട്ടുള്ള ഡിവോഴ്സിന് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന വൈജയന്തി പൊടും തന്നെ ആ തീരുമാനം മാറ്റിയാണ് കേട്ടോ. കാരണം തൻ്റെ മക്കളൊന്നും തൻ്റെ കൂടെ ഇല്ല, എല്ലാവരും തന്നെ കൈവിടുകയാണ്. തൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാൻ അവരുണ്ടാവില്ല എന്ന് വൈജയന്തി തിരിച്ചറിയുമ്പോൾ താൻ ഒറ്റയ്ക്കാണ് എന്ന തിരിച്ചറിവിലേക്ക് വൈജയന്തി എത്തുമ്പോൾ വൈജയന്തി ഒന്ന് താന്നു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് വൈജയന്തി എത്തുന്നില്ല. ആ തീരുമാനം മെല്ലെ വൈജയന്തി മാറ്റുന്നുണ്ട്. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ വൈജയന്തി പോകുന്നത് നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും. അവിടെ അലീന തന്നെ ആയിരിക്കും വൈജയന്തിനെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.